ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് കാരണം 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പം എന്താ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കൂലേ, അതേപോലത്തെ നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഗോതമ്പ് പൊടിയും റവയും അതേപോലെ തന്നെ അരിപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത്. നമ്മുടെ തേങ്ങയുടെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഉണ്ണിയപ്പത്തിന്. തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയുടെ കളറും ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ആകണം. അപ്പം എന്താ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടി വന്നോളും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഗോതമ്പ് പൊടി മിക്സിലേക്ക് ഒരു പാളയംകോടൻ പഴം നന്നായിട്ട് മിക്സി ബൗളിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗോതമ്പ് പൊടി കട്ട പിടിക്കരുത്. അപ്പോൾ അതാ ഒരു 1.5 കപ്പോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ലൂസായി പോകണ്ട. ഇപ്പം എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കും ആകരുത്, ഒത്തിരി അങ്ങ് ലൂസും ആയി പോകരുത്. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 2 കപ്പ് ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഗോതമ്പ് പൊടി അനുസരിച്ച് ചിലപ്പോൾ അത് വ്യത്യാസം വരും. ഇത്രയും മതിയാകും. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടൊരു ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. ഒത്തിരി അങ്ങ് ചൂടാകരുത്. ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ചൂടായെങ്കിൽ പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോയിട്ട് അകത്തൊന്നും വേഗത്തില്ല. അത് കാരണം മീഡിയം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എന്താ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. തീയും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.